Money can change a lot of things. Money can't buy you happiness എന്നുള്ളതിൽ 80% വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. ഇറ്റ് ക്യാൻ ആക്ച്വലി ബൈ യു ദ ഫ്രീഡം ദാറ്റ് യു ഓൾവേസ് വിഷ്ഡ് ഫോർ. ഇപ്പൊ സമ്പാദിക്കണ കാരണം തന്നെ വീട്ടിലൊരു ചർച്ച വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്തൊക്കെ എനിക്കും അതിൽ വലിയൊരു പങ്കുണ്ട്. ആൻഡ് ഐ ക്യാൻ ബി മൈ ഓൺ ഡിസിഷൻ മേക്കർ. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മേടിക്കണത് മുതൽ എന്റെ അനിയന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വരെ മേടിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് ഇപ്പൊ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്മ എന്നോട് പണ്ട് എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, നീ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കണം, സ്വയമായിട്ട് സമ്പാദിക്കണം എന്നുള്ളത്. അതൊരു മോട്ടിവേഷനായി കാണുന്നേക്കാളും കൂടുതൽ അതൊരു നെസസിറ്റി ആയിട്ട് കണ്ട ഒരാളാണ് ഞാൻ. കാരണം ഞാൻ നോക്കുമ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിലോ മേടിക്കണമെങ്കിലോ ഒക്കെ ഒരു കാലം വരെയും അപ്പാപ്പന്റെ അടുത്ത് ചോദിക്കേണ്ടി വരുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം അച്ഛന്റെ അടുത്തായി. മണി മാനേജ്മെന്റിൽ അമ്മ ആള് സൂപ്പർ ആണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് സമ്പാദിക്കാൻ പറ്റാത്തതിൽ അന്നും ഇന്നും അമ്മ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോ സമ്പാദിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ഇഷ്ടമല്ല അമ്മനോട് പൈസ ചോദിക്കുന്നത്. ലൈക് ഡോണ്ട് ടേക്ക് മീ റോങ്, എന്നോടും അമ്മ അങ്ങനെ ചോദിച്ച് പൈസ മേടിക്കരുത് എന്ന് എനിക്കുണ്ട്. സോ അത് കാരണം തന്നെ ഒരു മാസത്തിൽ ഞാൻ ഒരു എമൗണ്ട് വെച്ചിട്ട് അമ്മയുടെ ബാങ്കിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഒരിക്കൽ അമ്മനോട് ചോദിച്ചു, നീ അതിന് ചോദിക്കാണ്ട് ഇങ്ങനെ പൈസ ഇട്ടായിരുന്നെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇത് അമ്മ ഏൺ ചെയ്യുന്ന പൈസയാണ്, അമ്മയ്ക്ക് ഇതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അമ്മയ്ക്ക് ഒരു സാലറി കിട്ടി അമ്മ എങ്ങനെ ജീവിക്കുക അതുപോലെ ജീവിക്കുക. ആൻഡ് ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് വരുമ്പം കുറെ കിച്ചണിൽ പുതിയ പുതിയ സാധനങ്ങൾ കാണാം. അമ്മ സ്വയമായിട്ട് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തു. സോ നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം വേറൊരാളുടെയും കൂടി ആവുമ്പോൾ ഇറ്റ്സ് എ ഡബിൾ ഹാപ്പിനെസ്. സോ മണി ക്യാൻ ചേഞ്ച് എ ലോട്ട് ഓഫ് തിങ്സ്.